നമ്മുടെ നരേന്ദ്രമോദി 65 ഇഞ്ച് നെഞ്ചുള്ള നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് പാർലമെൻറ്റിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ മടിച്ചത്? അദ്ദേഹം മറുപടി പറഞ്ഞല്ലോ, രാജ്യസഭയിൽ മറുപടി പറഞ്ഞല്ലോ. അത് ലോക്സഭയിലാവുന്നില്ലല്ലോ. അല്ല, അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാണ്, ധാരാളം തിരക്കുകളും അസൗകര്യങ്ങളും ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സുരക്ഷ പ്രശ്നം എന്ന രീതിയിലേക്ക് ഇവർ കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നത് ഒരു മോശം കാര്യമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ അപകീർത്തികരമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അതിനോടൊപ്പം അദ്ദേഹം ചട്ടം വിട്ടൊന്നും ചെയ്തിട്ടുമില്ല. പാർലമെൻറ്റിലല്ല ലോക്സഭയിലായാലും അപകീർത്തികരമായ സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടത് എൻ്റയർ സെഷനിലേക്ക് മാത്രമല്ല, പാർലമെൻറ്റിൽ നിന്ന് തന്നെ എന്നേക്കുമായിട്ട് സസ്പെൻഡ് ചെയ്യേണ്ട ഒരു വ്യക്തി രാഹുൽ ഗാന്ധി. അതെന്താ അദ്ദേഹം ചെയ്യാതിരിക്കുന്നത്? ഇത്രയും കോപ്രായങ്ങൾ അതിനകത്ത് ഇന്ത്യൻ പാർലമെന്റിനെ ചെയ്താൽ ഇതേ പറയുന്ന നിങ്ങൾ തന്നെ പറയും, ജനാധിപത്യത്തെ കുഴിച്ചുമൂടി കശാപ്പ് ചെയ്തു, പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു, ജനാധിപത്യത്തിലെ കറുത്ത ദിനം എന്ന് പറഞ്ഞ് പത്രങ്ങൾ ഉൾപ്പെടെ എഴുതും. അപ്പൊ അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. ജനാധിപത്യം എല്ലാവർക്കും ഉള്ളതാണ്, രാഹുൽ ഗാന്ധിക്ക് ഉള്ളതാണ്. അദ്ദേഹമാണ് സ്വയം തിരിച്ചറിയേണ്ടത് അദ്ദേഹം എന്തിനീ ഈ രീതിയിൽ പെരുമാറുന്നു എന്നുള്ളത്. അദ്ദേഹത്തിനോട് കർക്കശമായി പറയുന്നത് 65 ഇഞ്ച് നെഞ്ചും കൊണ്ട് കരുത്തില്ലേ? എന്താ അല്ല, പാർലമെന്റ് നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രി അല്ലല്ലോ, അത് സ്പീക്കറാണ്. സ്പീക്കർ എന്ന് പറയുന്നത് രാഷ്ട്രീയമില്ലാത്ത വ്യക്തിയായിട്ടാണ് ഭരണഘടന പറയുന്നത്, നിഷ്പക്ഷനായിട്ടാണ് പറയുന്നത്. ആ സ്പീക്കർക്ക് പ്രധാനമന്ത്രി എന്നോ പ്രതിപക്ഷ നേതാവെന്നോ ഭേദമില്ലാതെ ഈ നിയന്ത്രണങ്ങൾ ആരുടെ മേലും കൊണ്ടുവരാനേ അവകാശമുണ്ട്. അത് പ്രധാനമന്ത്രി ചെയ്യണമെന്ന് പറയേണ്ട ആവശ്യമില്ല, പ്രധാനമന്ത്രി അതിനെ പേടിച്ചു എന്ന് പറയേണ്ടതും ആവശ്യമില്ല. പ്രധാനമന്ത്രി എന്ന് പറയുന്ന സഭാ നേതാവാണ്, അധ്യക്ഷൻ മാത്രമാണ് ഓം ബിർല എന്ന് പറയുന്നത്. സഭാ നേതാവ് ഇന്ത്യ ഭരിക്കുന്ന ആളുമാണ്. അദ്ദേഹത്തിന് പാർലമെന്റിൽ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് പോകാതിരിക്കുക എന്ന് പറഞ്ഞ ഭീരുത്വമല്ലേ ഇത്? അല്ല, ഭീഷണി ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുക ഒന്ന്, രണ്ടാമത്തത് അത് പരിഹരിക്കുക. അതാണ്, അതിനുള്ള സംവിധാനം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനോട് ചാടി ഇറങ്ങി പ്രതികരിക്കുകയല്ല വേണ്ടത്. അത് പഠിച്ചതിന് ശേഷം ഈ മറുപടി കിട്ടുക എന്നുള്ളതാണ് ജനാധിപത്യ പ്രകാരം. രണ്ട് സഭകളും തുല്യമായ പ്രാധാന്യമുള്ളത് തന്നെയാണ്. സ്പീക്കർ ഓം ബിർല പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധിയും കൂട്ടരും ചേർന്ന് ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, അതുകൊണ്ട് പൊന്നു പ്രധാനമന്ത്രി വരല്ലേ, എനിക്ക് അവിടെ നിയന്ത്രിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് അത് നിയന്ത്രിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ലേ അത് നടപടിയെടുക്കണ്ടേ? സ്പീക്കർ അധികാരവും ബിസിനസ് റൂൾസ് അനുസരിച്ച് നല്ല അധികാരമുള്ളൊരു സ്ഥാനമല്ല. പാർലമെന്റ് പോലും തീവ്രവാദികളുടെ അക്രമത്തിന് വിധേയമായ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ന് അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശക്തമായൊരു രാഷ്ട്രമായി മാറിയിരിക്കുന്നു. എന്നാൽ വിദേശങ്ങളിൽ പോയി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനായിട്ട് നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവുള്ള ഇന്ത്യയിൽ അത് അദ്ദേഹം പാർലമെന്റിൽ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മോദി എന്ന വ്യക്തിക്ക് മാത്രമല്ല നാണക്കേട്, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ജനാധിപത്യ സംവിധാനത്തിനും പ്രക്രിയക്കും അത് നാണക്കേടാണ്. ആ മാനക്കേട് ഒഴിവാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രധാനമന്ത്രി ചെയ്തതിൽ എന്തെങ്കിലും തെറ്റായ കീഴ്വഴക്കം അതിൽ കാണുന്നില്ല. ഓക്കെ, ഇവിടെ ഞാൻ പറയട്ടെ, ശരി, തത്വത്തിന് അത് സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം താങ്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഒളിച്ചൊരിക്കുകയാണ്. പാർലമെൻറ്റിലേക്ക് വന്ന് ആക്രമണം ചെയ്യാൻ ആരടാ വന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. ഹിറ്റ്ലറുടെ കാര്യത്തിൽ, അഡോൾഫ് ഹിറ്റ്ലറുടെ കാര്യം, ഞാൻ അദ്ദേഹത്തിൻ്റെ യുദ്ധം ന്യായീകരിക്കുകയല്ല. പക്ഷേ അഡോൾഫ് ഹിറ്റ്ലർ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് ഒരു റിപ്പോർട്ട് നൽകി. അതായത് ഇന്ന ബാർബർ ഷോപ്പിലെ ഒരാൾ, താങ്കൾ പതിവായിട്ട് ഷേവ് ചെയ്യാൻ പോകുന്ന ആ ബാർബർ ഷോപ്പിലെ ആൾ അച്ചാരം കൊടുത്തു വെച്ചിരിക്കുകയാണ് നേറ്റോ ശക്തികൾ. താങ്കൾ അവിടെ ചെല്ലുമ്പോൾ വിഷം പുരട്ടിയ കത്തി കൊണ്ട് കഴുത്തിന് മുറിവേൽപ്പിച്ച് അവിടെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലർ എന്താ ചെയ്തതെന്നറിയാം? ശരി, നിങ്ങളവിടെ നിന്നോളൂ. ഒറ്റയ്ക്ക് അദ്ദേഹം ബാർബർ ഷോപ്പിലേക്ക് ചെന്നു, അവിടെ ഇരുന്നു ഷേവ് ചെയ്യണം. ഇങ്ങോട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുത്തു. ഇങ്ങനെ എഴുന്നിട്ട് പറഞ്ഞു ഷേവ് മേ. നോക്കിക്കൊണ്ടിരുന്നു കണ്ണാടിയിൽ, ഇങ്ങനെ നോക്കിക്കൊണ്ട് ഒരൊറ്റ ഇരിപ്പിരുന്ന് അവസാനമായപ്പോൾ ഈ ബാർബറുടെ കൈ ഇങ്ങനെ പറയ്ക്കുന്നത് കണ്ടു. അക്ഷോഭ്യനായിട്ട് അദ്ദേഹം ഇരുന്നു. അവസാനം പണവും കൊടുത്തു, തിരിച്ചു പോകാൻ നേരത്ത് ബാർബർ പറഞ്ഞു, അങ്ങേ കൊല്ലാൻ വേണ്ടി എനിക്ക് ഇത്രയും പണം തന്നിരിക്കും, ആ പണം മുഴുവൻ ഞാൻ കളയാൻ പോകും, എനിക്ക് വേണ്ട, ഞാൻ ഈ പണി അവസാനിപ്പിക്കാൻ പോവുക. അപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞ വാക്യം എന്താണെന്ന്, നിങ്ങൾ പണമൊന്നും കളയണ്ട, നിങ്ങളിങ്ങനെ ചെയ്യും എന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി, അതനുസരിച്ചാണ് ഞാൻ വന്നത്. അതുകൊണ്ട് നേരിട്ട് കാണാൻ ആ തൻ്റെ ഇടം നമ്മുടെ പ്രധാനമന്ത്രി കാണിക്കേണ്ടതല്ല. ആ തൻ്റെ ഇടം ഹിറ്റ്ലർക്ക് വരുന്നത്, ഹിറ്റ്ലർ മനുഷ്യജീവന് യാതൊരു വിലയുമില്ലാതെ വെടിവെച്ച് കൊല്ലുന്ന, അംഗരക്ഷകന്മാരുടെ സഹായത്തോടുകൂടി നടക്കുന്ന ഒരു കശാപ്പുകാരനായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് മോദി. അങ്ങനെയല്ല, മോദി ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ പോലെ കയ്യാങ്കളിയോ അല്ലെങ്കിൽ കേരള നിയമസഭയിൽ കണ്ടതുള്ള ഗുണ്ടായിസമോ ഒന്നും കാണിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടെങ്കിലും യോഗ ചെയ്യുന്ന ആളാണെങ്കിലും എല്ലാ അഭ്യാസം അറിയാവുന്ന
ആളാണെങ്കിൽ പോലും അതൊന്നും അല്ലല്ലോ പാർലമെന്റിൽ കാണിക്കേണ്ടത്. ലോകം കാണുന്ന രീതിയിലുള്ള ഒരു അനിഷ്ട സംഭവത്തിന് അദ്ദേഹം നെഞ്ചും പിരിച്ച് ചെല്ലുക എന്നുള്ളതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതൊരിക്കലും ആഗ്രഹിക്കുന്നത് നമുക്ക് അപമാനകരമായ ഒരു കാര്യമാണ്. ഹിറ്റ്ലറുമായിട്ട് അദ്ദേഹത്തിന് താരതമ്യം ചെയ്യാൻ പാടില്ല, ഈ വിഷയവുമായിട്ട് പോലും അങ്ങനെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മോദി ഒരു ഗ്രേറ്റ് മാനാണ്. ഓക്കെ, സമ്മതിക്കുന്നു, അത് താങ്കളുടെ വാദം ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്സ്റ്റീൻ ഫയൽസിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, നാണക്കേടല്ലേ രാജ്യത്തിനത്? അതെങ്ങനെ നാണക്കേട് ഒഴിവാക്കാനാണല്ലോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് എപ്സ്റ്റീൻ ഫയൽസിൽ വരുന്നത് നാണക്കേട്. എപ്സ്റ്റീൻ ഫയൽസിൽ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വരുത്തിയതാണോ? അല്ലല്ലോ. അത് ആ ഫയൽസിന്റെ ട്രാൻസ്പെറൻസിയെ കുറിച്ച് നമുക്ക് എന്തറിയാം? അത് ഒരു വിദേശ രാജ്യത്തുണ്ടായ ഒരു വ്യക്തിയുടെ ഒരു കുറ്റവാളിയുടെ റിപ്പോർട്ടുകളും അതിനോടനുബന്ധിച്ച രേഖകളുമാണ്. അതിൽ ആ വ്യക്തിക്ക് ആരുടെ പേര് വേണമെങ്കിലും എഴുതി വെക്കാം. അത് എഴുതി വെച്ചു എന്ന് പറയുന്ന അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ രേഖകൾ പുറത്തുവിട്ട ഏജൻസികളാണ് പറയുന്നത്. അവർക്ക് ആരെയും കരിവാരിത്തേക്കാവും. ഇന്റർനാഷണലി വളരെയേറെ ഫേമസ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേര് അതിൽ എഴുതി വെച്ചു. പക്ഷെ എഴുതി വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ എവിടെ എവിഡൻസ്? അങ്ങനെ ഒരു എവിഡൻസ് ഇതുവരെ ഒരു സ്ഥലത്തും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷം അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുള്ളൂ. അത് അവരുടെ ആഗ്രഹമാണ്. ആഗ്രഹവും സത്യവും തമ്മിൽ വളരെ അകലമുണ്ട്. അങ്ങനെയാണെങ്കിൽ CMR കേസിലെ PV എന്ന് എഴുതി വെച്ചത് പിണറായി വിജയനാണെന്നും പറഞ്ഞ് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കിയില്ലേ ഇവിടെ കേരളത്തിൽ? അത് ഒട്ടുമിക്ക പത്രങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രതിപക്ഷവും ഏറ്റെടുത്തില്ലേ? അത് കേരളത്തിൽ നടന്ന ഒരു സംഭവമല്ലേ? കേരളത്തിൽ നടന്ന സംഭവത്തിൽ അവർ കൈക്കൂലി കൊടുക്കേണ്ട സാഹചര്യത്തിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആരാണ് എന്നുള്ളത് നമ്മൾക്ക് ആരും സംശയിച്ചു പോകുന്ന ഒരാളാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാന്യായ മുഖ്യമന്ത്രിയുടെ ഷോർട്ട് ഫോം അതിൽ എഴുതി വെച്ചാൽ ജനങ്ങൾ അത് അദ്ദേഹമാണെന്ന്, അല്ലെങ്കിൽ പ്രതിപക്ഷം അത് അദ്ദേഹമാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കും. അതും ഇതും തമ്മിൽ രണ്ട് തലത്തിലുള്ള വ്യത്യാസമുണ്ട്. ഒന്ന്, ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ധാരാളം ആരാധകരുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇറ്റലിയിലെ മിനിസ്റ്റർ പോലും അദ്ദേഹത്തോട് ആരാധനയുള്ളതാണ് നമ്മൾ കാണുന്നതാണ്. അങ്ങനെയുള്ള ഒരാളുടെയും ആരാധനാപാത്രത്തിന് മുൻപിൽ എന്താ വികാരതരലിനായി പോകാത്തൊരു മനുഷ്യൻ. ഇപ്പൊ വേറൊരു ആരാധികയും കൂടെ വന്നിട്ടുണ്ട്, ഉർസുല വോൺ ഡെർ ലൈൻ, യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ്, നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡ് കണ്ട് ആരാധികയായിട്ട്. അതെ, അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ആൾക്കാരുടെ ഒന്നും മുൻപിൽ അദ്ദേഹത്തിന്റെ ആദർശമോ അല്ലെങ്കിൽ വൈകാരികമായ നിയന്ത്രണമോ നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഒരു കുറ്റവാളിയെ കാണും. ഇദ്ദേഹത്തെ മോദിയുടെ യാത്ര എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പോലും റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്, ട്രാക്ക് ചെയ്യുന്നതാണ്. അദ്ദേഹം വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ഒരു ക്രൈമിലെ അല്ലെങ്കിൽ ഒരു ക്രൈം സീരീസുമായിട്ട് നടക്കുന്ന ഒരാളെ അറിഞ്ഞോ അറിയാതെ പോലും കാണാൻ അയാൾക്ക് എന്ത് പ്രാധാന്യമാണ് ഉള്ളത്? ഒന്നുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ വേറൊരു നാണക്കേട് ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതായത് ഇന്ത്യ US കരാർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് അത് അനൗൺസ് ചെയ്യുന്നത്. അത് അങ്ങനെയാണോ വേണ്ടത്? ട്രംപിന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അമേരിക്കയിൽ ഇരുന്നാണ്. ഇന്ത്യയുടെ കാര്യം അങ്ങനെ പറയാം. അതെ, ട്രംപ് ലോകത്തിലെ എല്ലാ കാര്യത്തിനും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയെ കുറിച്ച് എല്ലാ വർഷവും മാർക്കറ്റ് റിപ്പോർട്ട് ഇറക്കുന്നുണ്ട്. അവരുടെ പെന്റഗൺ റിപ്പോർട്ട് ഇറക്കാറുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റോ അല്ലെ മറ്റൊരു റിപ്പോർട്ട് ഇറക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രതിഷേധിക്കാറുണ്ട്, ചിലപ്പോൾ മിണ്ടാതിരിക്കാറുണ്ട്. എന്നതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് എന്തൊക്കെയാ പറയാറുള്ളത്? അദ്ദേഹം നിർത്തിയ യുദ്ധങ്ങളെ കുറെ പറഞ്ഞില്ല. എന്നിട്ട് യുദ്ധം നിർത്തിയോ? 24 മണിക്കൂർ കൊണ്ട് യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞിട്ട് ആ യുദ്ധം ഇപ്പോഴും തുടരുകയില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ വിളിച്ചു പറയുന്നതിന് മോദി സമാധാനം പറയണം, ഇന്ത്യൻ ഗവൺമെന്റ് സമാധാനം പറയണം എന്ന് പറയുന്നത് അസംബന്ധമാണ്. കാരണം അത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ എന്താണ്? ഞങ്ങൾ കരാറിലെത്തിയിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതെ, ആ സമയത്ത് ഇന്ത്യ ഇപ്പൊ പറയുന്നു ഈ ഡെഡ് എക്കോണമി എന്നല്ലേ ഇദ്ദേഹം ഇന്ത്യയെ വിശേഷിപ്പിച്ചത്. ആ രാജ്യമായിട്ട് കരാറിൽ വരേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ അന്ന് അദ്ദേഹം ഡെഡ് എക്കോണമി എന്ന് വിളിച്ചപ്പോൾ അത് ഏറ്റു പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. ആ മറുപടി പക്ഷേ രാജ്യസഭയിൽ പ്രധാനമന്ത്രി പറഞ്ഞില്ല. ഡെഡ് എക്കോണമി, അതായത് നോൺസെൻസിന് മറുപടി പറയുക എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തമല്ല. ഇന്ത്യ ഡെഡ് എക്കോണമി ആണെങ്കിൽ ഡെഡ് എക്കോണമിയിൽ, അതായത് നമ്മൾ ആരെങ്കിലും ഒരു ചത്ത വ്യക്തിയെ വിവാഹം കഴിക്കുമോ? ലൈവായിരിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷനും അങ്ങനെയുള്ളവരില്ലേ? അപ്പം നമ്മൾക്ക് സാധ്യതയുള്ളവരുമായിട്ട് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകും. നമ്മുടെ സാധ്യതകളാണ് നോക്കുന്നത്. അമേരിക്ക ഡെഡ് എക്കണോമിയെ ഒരു രാജ്യത്തെ രക്ഷിക്കേണ്ട ചുമതലയൊന്നും അമേരിക്കയ്ക്കില്ല. അമേരിക്ക ഡെഡ് എക്കണോമിയിൽ ഒരു രാജ്യവുമായിട്ട് ഈ കരാറിൽ ഏർപ്പെട്ടാൽ അവർക്ക് ദോഷമാകും. അപ്പോൾ അങ്ങനെയല്ല എന്നതുകൊണ്ടും നമ്മുടെ UN-ന്റെ കണക്ക് പ്രകാരമോ അല്ലെങ്കിൽ IMF-ന്റെ കണക്ക് പ്രകാരമൊക്കെ ഇന്ത്യ വളരെ ഡെവലപ്ഡ് ആണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച മുന്നോട്ടാണ്, നമ്മൾ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ആ കാര്യം എല്ലാവർക്കും അറിയുമ്പോൾ ട്രംപ് ഒരു നുണ പറഞ്ഞു എന്നതുകൊണ്ട് ആ നുണ സത്യമായി മാറണമെന്നില്ലല്ലോ. അത് രാഹുൽ ഗാന്ധി ഏറ്റുപിടിച്ചാലും സത്യമാകുകയില്ല. അപ്പോൾ ഡെഡ് എക്കണോമി അല്ല, കരുത്തുള്ള എക്കണോമിയാണെന്ന് മോദി നിശബ്ദനായി നിന്നുകൊണ്ട് ട്രംപിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്തത്. ട്രംപ് പറയുന്ന കള്ളത്തിനെല്ലാം മോദി ഉത്തരവാദിയാവുകയില്ല എന്നുള്ള വാദമാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി, നമ്മുടെ കാർഷിക മേഖലയും അതുപോലെ ക്ഷീരമേഖലയും അതുപോലെ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് വിത്തുകളും ഒക്കെ ഉപയോഗിച്ചുള്ള കൃഷിയും ഒക്കെ ഇന്ത്യയിലേക്ക് വരുവാണെന്ന് പറയുന്നു. അത് ഇന്ത്യ കർഷകരെ വഞ്ചിക്കുകയല്ല. കർഷകർ ഇപ്പോൾ പ്രക്ഷോഭത്തിന്
കർഷക സംഘടനകൾ പ്രതിഷേധത്തിന് ആയിക്കോട്ടെ. ഈ വരുന്നു എന്ന് ആരാ പറഞ്ഞത്? ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇതിപ്പോൾ നമ്മളിപ്പോൾ പറയാത്ത കാര്യമില്ല. രാഹുൽ ഗാന്ധിയും പറഞ്ഞു, ഇന്ത്യ ഗവൺമെന്റ്. എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്, ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇപ്പം പിയേഴ്സൺ മാസ്റ്ററും പറഞ്ഞു. അല്ല, രാഷ്ട്രീയ എതിരാളികൾക്ക് എന്തും പറയാം. ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു 5 ദിവസത്തിനകം സംയുക്ത പ്രസ്താവന എന്നുള്ളത് നമ്മൾക്കിപ്പോൾ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സംയുക്ത പ്രസ്താവന 5 ദിവസത്തിന് ശേഷം വരുമ്പോൾ പോലും ഇതുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്തത്, ഇങ്ങനെ കാർഷിക മേഖല തുറന്നു കൊടുക്കുന്ന പറയും. ഇത്രയും നാളും ചർച്ച വൈകുവാനും അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് എഗ്രിമെന്റിൽ എത്താതിരിക്കുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയിലെ നമ്മുടെ കടുംപിടുത്തമാണ്. ആ കടുംപിടുത്തത്തിൽ നമ്മൾ എന്തെങ്കിലും അയവ് വരുത്തുന്നുണ്ടെങ്കിൽ അത് ഗുണകരമായ രീതിയിലായിരിക്കും. ഉദാഹരണത്തിന് സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിൽ ധാരാളം സാങ്കേതിക വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇല്ലാത്ത സാങ്കേതികവിദ്യ ഏതെങ്കിലും രീതിയിൽ അമേരിക്ക കൊണ്ടുവന്നാൽ ഒരുപക്ഷെ നമ്മൾ അത് അനുകൂലിക്കും. പിന്നെ നേരത്തെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ ഒരു കക്ഷി സംസാരിക്കുന്നത് ഞാൻ കേട്ടു, അമേരിക്കയിലെ വിലക്കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യും, ഇവിടുത്തെ കർഷകരുടെ നടുവൊടിഞ്ഞു പോകുന്നു. അമേരിക്കയിലെ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോഴൊന്ന് ആലോചിച്ചു, ഡോളറിന്റെ വാല്യൂ എന്താണ്, ഇന്ത്യൻ രൂപയുടെ വാല്യൂ എന്താണ്, അവിടെ ഒരാളുടെ ശമ്പളം എത്രയാണ്, ഉൽപ്പാദന ചെലവ് എത്രയാണ്, ആ ചിലവും ഇതെല്ലാം കഴിഞ്ഞ് ഒരു അമേരിക്കൻ ഉൽപ്പന്നം ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റിയില്ല. മറിച്ച് ഇന്ത്യയിലെ ഉൽപ്പന്നം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആർക്കും വാങ്ങിക്കാൻ പറ്റും. അത്ര വിലക്കുറവായിരിക്കും അവിടെ. ഡോളർ രൂപയുടെ വിനിമയത്തിൽ വ്യത്യാസം അറിയാമല്ലോ. അപ്പം നമ്മൾ വലിയ വില കൊടുത്ത് അമേരിക്കയിൽ വിലക്കുറവായിരിക്കും ആ സാധനത്തിന്, പക്ഷെ ഇവിടെ വാങ്ങിക്കുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെക്കാൾ വില കൂടുതലായിരിക്കും എന്നുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാതെയാണ് ചില ആൾക്കാർ പറയുന്നത് അമേരിക്കയിലെ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വരുമ്പോൾ നമ്മളുടെ കാർഷിക മേഖല ഒടിഞ്ഞു പോകുമെന്ന് പറയും. അപ്പോൾ അങ്ങ് പറയുന്ന അന്ധമായ വിരോധം കൊണ്ടും വൈരാഗ്യം കൊണ്ടും വെറുപ്പും കൊണ്ടും ഉണ്ടാകുന്ന വാദങ്ങളാണ് ഇതെല്ലാം. അല്ലാതെ പിന്നെ അങ്ങ് പറയുന്നത്. നമുക്ക് കാത്തിരിക്കാൻ കാണാം, കരാറിന്റെ വ്യവസ്ഥകൾ വരട്ടെ. അങ്ങനെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.